ഫിസിക്സ് എക്സാമിന്റെ CUET UG ഫിസിക്സ് എക്സാമിന്റെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്സ് ആണ് വരുന്നത്. ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ വരുന്ന ആദ്യത്തെ കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് കൺസർവേഷൻ, Coulomb's law, the force between 2 point charges, force between multiple charges, superposition principle, electric field due to a point charge. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ സോ നമുക്കറിയാം എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ് അല്ലെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് അല്ലെ. അപ്പൊ എന്തായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തായിരിക്കും? ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചും പഠിക്കേണ്ടാവും ഈ ചാപ്റ്ററിൽ, പിന്നെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും പഠിക്കേണ്ടാവും അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് അറിയണ്ടേ ആദ്യം? എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയോ എന്താ ഇലക്ട്രിക് ചാർജ് എന്ന്? നമുക്ക് എന്താണ് ആറ്റം എന്ന് അറിയാം അല്ലെ. ആറ്റം എന്താണെന്ന് അറിയില്ലേ? എന്താണ് ആറ്റം എന്ന് പറയുന്നത്? എന്താണ് ആറ്റം എന്ന് പറയുന്നത്? ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും സെന്ററിൽ അല്ലെ, അതിനു ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. ഇങ്ങനെയല്ലേ ഒരു ആറ്റത്തിന്റെ ഫിഗർ എന്ന് പറയുന്നത് അല്ലെ. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉണ്ടാകും? പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും, ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും. ഈ ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തുകൊണ്ട് ആരുണ്ടായിരിക്കും? ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഇത്? ആറ്റം അല്ലെ. അപ്പൊ എന്താണ് ഒരു ചാർജ് എന്ന് പറയുന്നത്? എന്താണ് ഒരു ചാർജ് എന്ന് പറയുന്നത്? ഈ ഒരു ആറ്റം ഇല്ലേ, ഈ ആറ്റത്തിനകത്തുള്ള ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോണ് അത് പുറത്തോട്ട് പോവുകയാണ്. ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺ പുറത്തോട്ട് പോകും. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണ് പുറത്തുനിന്ന് ഈ ആറ്റത്തിന്റെ അകത്തോട്ട് വന്നു. ഇങ്ങനെ രണ്ട് സന്ദർഭങ്ങളിൽ എന്താകും? ഒരു ആറ്റം ഒരു ചാർജ് ആയിട്ട് മാറും. എന്താ പറഞ്ഞത്? ഒരു ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണ്, ഇപ്പൊ ഇവിടെയുള്ള ഈ ഇലക്ട്രോൺ അല്ലെ, ആ ഇലക്ട്രോൺ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ആറ്റം എന്തായിട്ട് മാറും? ഒരു ചാർജ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ആറ്റം, ആ ആറ്റത്തിനകത്തോട്ട് പുറത്തുനിന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? അകത്തോട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിലും ആ ആറ്റം എന്തായിട്ട് മാറും? ഒരു ചാർജ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 types ഓഫ് ചാർജസ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് ചാർജുകളാണ് ഉള്ളത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. എന്താണ് പോസിറ്റീവ് ചാർജ്? എന്താണ് നെഗറ്റീവ് ചാർജ്? പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു അല്ലേ, ഇലക്ട്രോൺസ് അകത്തോട്ട് വരുന്നതും അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നതിന്റെയും ബേസിസിലാണ് എന്താവുന്നത്? ഒരു ആറ്റം ചാർജ് ആവുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റം ഉണ്ട്, ആ ആറ്റത്തിന്റെ അകത്തുനിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? പുറത്തോട്ട് പോവാണ്. ഈ ഫിഗർ നോക്കിക്കേ, ഒരു ആറ്റം അല്ലെ, ആ ഒരു ആറ്റത്തിനകത്തുനിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? അതിന്റെ അകത്തുള്ള ഇലക്ട്രോണ് പുറത്തോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആറ്റം എന്തായിട്ട് മാറും? ആ ഒരു ആറ്റം ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഒരു ആറ്റം ഉണ്ട്. ഇനി ഈ ഫിഗർ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ആറ്റം ഉണ്ട്, ആ ആറ്റത്തിനകത്തോട്ട് എന്ത് ചെയ്യാണ്? പുറത്തുനിന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? അകത്തോട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു ആറ്റം എന്ത് ചെയ്യും? സോറി ഞാൻ ഫിഗർ മാറിയിട്ടാണ് കാണിച്ചത് അല്ലെ. ഫസ്റ്റ് ഫിഗറിലാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ പുറത്തോട്ട് പോകുന്നത് അല്ലെ. ഇലക്ട്രോൺ പുറത്തോട്ട് പോകുമ്പോൾ എന്താ ചെയ്യുക? ഇലക്ട്രോൺ പുറത്തോട്ട് പോകുമ്പോൾ എന്താണ് ആവുക? പോസിറ്റീവ് ചാർജ് ആണ് ആവുക അല്ലെ. ഇലക്ട്രോൺ അകത്തോട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുക? നെഗറ്റീവ് ചാർജ് ആവുക. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? നമുക്ക് ജസ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും അല്ലെ. ഇപ്പൊ ഒരു ആറ്റം ഉണ്ട്, ആ ആറ്റത്തിന് എന്ത് ചെയ്യാണ്? ഇലക്ട്രോണ് പുറത്തേക്ക് പോകുമ്പോ അല്ലെ, അതിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം കുറയാണ് പ്രോട്ടോണിനെ അപേക്ഷിച്ച് അല്ലെ. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് അല്ലെ. ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് നെഗറ്റീവ് അല്ലെ. അപ്പൊ ഒരു ഇലക്ട്രോൺ അതിന് കമ്മിയാവുമ്പോ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെക്കാളും പ്രോട്ടോണിന്റെ എണ്ണം ആറ്റത്തിനകത്ത് കൂടുന്നു. അപ്പൊ അതെന്തായിട്ട് മാറും? ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും.
അല്ലെ? അപ്പോൾ അതുകൊണ്ടാണ് ആറ്റം ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നത് ഇലക്ട്രോൺ പുറത്തോട്ട് പോകുമ്പോൾ, അല്ലെ? ഇനി നേരെ മറിച്ച് ഒരു ആറ്റത്തിനകത്തോട്ട് എന്ത് ചെയ്യാണ്, ഒരു ആറ്റത്തിനകത്തോട്ട് ഒരു ഇലക്ട്രോൺ വരുമ്പോ, ഒരു ഇലക്ട്രോൺ അതിന്റെ അകത്തേക്ക് വരുമ്പോ അതിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം പ്രോട്ടോണിന്റെ എണ്ണത്തിനേക്കാളും കൂടും. അപ്പൊ എന്ത് ചെയ്യും, അവിടെയുള്ള നെഗറ്റീവ് ആണ് അല്ലെ, ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു ആറ്റം എന്താകും, ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. അപ്പൊ എന്താണ് പോസിറ്റീവ് ചാർജ്, എന്താണ് നെഗറ്റീവ് ചാർജ്, എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നത്, മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ രണ്ട് ചാർജസേ ഉണ്ടാവുള്ളൂ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സോറി, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ ഈ ചാർജിന്റെ ഇലക്ട്രിക് ചാർജ് അല്ലെ, ഇലക്ട്രിക് ചാർജിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇലക്ട്രിക് ചാർജിന് ഒരുപാട് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ചാർജ് ഈസ് കൺസേർവ്ഡ് എന്നുള്ളത്. എന്താണ് ചാർജ് ഈസ് കൺസേർവ്ഡ്? എന്താണ് ചാർജ് കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ചാർജ് കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്. എന്താണ് പറഞ്ഞത്? ഒരു ചാർജിനെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാനോ ഉള്ള ഒരു ചാർജിനെ നമുക്ക് പരിപൂർണമായിട്ടും നശിപ്പിക്കാനോ സാധ്യമല്ല. മനസ്സിലായോ? എന്താ പറഞ്ഞത്? ഉള്ള ഒരു ചാർജിനെ നശിപ്പിക്കാനോ ഇല്ലാത്തൊരു ചാർജിനെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാനോ പുതുതായിട്ട് ഒരു ചാർജിനെ ഉണ്ടാക്കാനോ നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല. ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്. നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ മാസ് കൺസേർവ്ഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം, ചാർജ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നതും ഇലക്ട്രിക് ചാർജ് ഈസ് ഓൾസോ കൺസേർവ്ഡ്. ഇറ്റ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed. Okay, so it is one of the important property of charge. Charge is conserved. Charge can neither be created nor be destroyed. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ഇത് എക്സാമിന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ലോ ആണ്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ഭാഗമാണിത്. കൂളംസ് ലോ. എന്താണ് കൂളംസ് ലോ? എന്താണ് കൂളംസ് ലോ എന്ന് പറയുന്നത്? കൂളംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ 2 പോയിന്റ് ചാർജസ് ഉണ്ട്. പറയുന്നത് ശ്രദ്ധിക്കണേ, 2 പോയിന്റ് ചാർജസ് ഉണ്ട്. ആ 2 പോയിന്റ് ചാർജസിനെ നമ്മൾ ഒരു പ്ലേസിൽ വെച്ചിരിക്കാന്ന് വിചാരിച്ചു. 2 ഇലക്ട്രിക് ചാർജസ് ഉണ്ട്. ആ 2 ഇലക്ട്രിക് ചാർജസിനെ നമ്മളൊരു പ്ലേസിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചാർജസിന്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. ഒരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഈ 2 ചാർജസിന്റെയും ഇടയിൽ ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന് എന്താണെന്ന് പറയുന്ന ഒരു ലോയാണ്, ആ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന് എത്രയാണ് എന്താണെന്നൊക്കെ പറയുന്ന ഒരു ലോയാണ് ഈ ഒരു കൂളംസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കൂളംസ് ലോ പറയുന്നത്? നോക്കിക്കേ, എന്താ പറയുന്നത്? ദ ഫോഴ്സ് ബിറ്റ്വീൻ two stationary electric charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. എന്താ പറയണേ? ഇപ്പൊ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 2 ചാർജസ് ഉണ്ട് അല്ലെ, 2 ഇലക്ട്രിക് ചാർജസ് ഉണ്ട്. Q1 ഉം Q2 എന്ന് പറയുന്ന 2 ഇലക്ട്രിക് ചാർജസ് ആണ് ഇവിടെ ഉള്ളത്. ആ 2 ചാർജസും പ്ലേസ് ചെയ്തിരിക്കുന്നത് R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് ഇവർക്ക് 2 പേർക്കും ഇടയിലുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ചാർജുകളുടെയും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്, കൂളംസ് ലോ ആണ് കൂളംസ് ലോയിൽ എന്താ പറയുന്നത്? അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അതെന്തായിരിക്കും? ഈ 2 ചാർജസിന്റെയും പ്രോഡക്റ്റുകൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇവരുടെ 2 പേരുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും എന്നാണ് പറയുന്നത് കൂളംസ് ലോ പ്രകാരം. മനസ്സിലായോ? അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എങ്ങനെയാണ് പറഞ്ഞത്? കൂളംസ് ലോ പ്രകാരം എങ്ങനെയാണ് പറഞ്ഞത്? എഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 ആൻഡ് Q2 അല്ലെ? പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ എന്താ പറഞ്ഞത്? എഫ് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസിന് അല്ലെ, ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? അല്ലെ? ആറിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് എഴുതാം അല്ലെ? ഇതിനെ രണ്ടിനെയും കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 by r² എന്ന് എഴുതാം അല്ലെ? ഇനി നമ്മൾ
എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡയറക്ഷനാലിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഡയറക്ഷനാലിറ്റി വന്നു കഴിഞ്ഞാൽ മാറ്റണം എന്താ ചെയ്യാം? നമുക്ക് ഈക്വൽ ടു നിട്ട് കൊടുക്കണം അല്ലെ? അപ്പൊ ഈക്വൽ ടു നിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷനാലിറ്റി മാറ്റിയിട്ട് നമ്മൾ ഈക്വൽ ടു നിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ എന്താ നമുക്ക് കിട്ടുന്നത്? അപ്പോ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? ഇനി നമുക്ക് എന്താണ് ഈ കെ എന്നറിയണം. എന്താണ് കെ? കെ എന്ന് പറയുന്നത് മനസ്സിലാക്കുക. കെ എന്ന് പറയുന്നത് 1/4πε0 ആണ് കെന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കെന്റെ വാല്യൂ? കെ ഈസ് ഈക്വൽ ടു 1/4πε0 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കെന്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്തായിരിക്കും കിട്ടുക? എഫിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി അല്ലെ? എന്താണ് ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്? എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ അല്ലെ? ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. നമ്മളിപ്പോ എന്താണ് ഇപ്പൊ ഇവിടെ കണ്ടുപിടിച്ചത്? ഈ എഫ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഇലക്ട്രിക് ചാർജസിന്റെ ഇടയിലുള്ള എന്താണ്? ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ആണ് അല്ലെ? രണ്ട് ഇലക്ട്രിക് ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ആണ് ഈ എഫ്. എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ 1/4πε0 ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാം. 1/4π ഓക്കെ, ε0ന്റെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഈ 1/4πε0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 9 × 10⁻⁹ ആണ്. ഓക്കെ, 1/4πε0 ഈസ് ഈക്വൽ ടു 9 × 10⁻⁹ ആണ്. അപ്പൊ നമ്മൾ എക്സാമിന് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു എഫ് ഈസ് ഈക്വൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. കൂളംസ് ലോന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. കൂളംസ് ലോന്റെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? 1/4π എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ്. പക്ഷെ നമ്മൾ ഈ ഇക്വേഷനിൽ 1/4πε0ന്റെ പ്ലേസിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? 9 × 10⁻⁹ എന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ് ഇക്വേഷന്? രണ്ട് ഇലക്ട്രിക് ചാർജസിനെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. 1/4πε0ന്റെ പ്ലേസിൽ നമ്മൾ 9 × 10⁻⁹ ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും. മനസ്സിലായില്ലേ? ഇനി നമ്മളിപ്പോ ε0 ഉണ്ട് അല്ലെ? ഇതിലിപ്പോ നമ്മൾ പുതുതായിട്ട് കണ്ട ഒരാളാരാണ്? ε0 അല്ലെ? ആരാണ് ഈ ε0? എന്താണ് ഈ ε0 എന്ന് പറയുന്നത്? ε0നെ നമ്മൾ വിളിക്കുന്നത് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ ഫ്രീ സ്പേസ് ആണ്. എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, ε0ന്റെ പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. പെർമിറ്റിവിറ്റി ആണ് അത് ε0. ഈ ε0ന്റെ വാല്യൂ എന്ന് പറയുന്നത് ε0 is actually equal to 8.854 into 10⁻⁻12 യൂണിറ്റ് C square n⁻⁻1 m⁻⁻2 ആണ്. ഓക്കെ, ε0ന്റെ വാല്യൂ കിട്ടിയല്ലോ. എന്താണ് ε0ന്റെ വാല്യൂ? 8.854 into 10⁻⁻12 ആണ്. എന്താണ് ε0 എന്ന് പറയുന്നത്? അത് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് നമ്മൾ എന്താ പറഞ്ഞത്? ഇൻ എയർ അല്ലെ? എയറിലുള്ള അവിടെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മളിപ്പോ പറഞ്ഞത് ε0 എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് എയർ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? എയറിലുള്ള പെർമിറ്റിവിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ε0 എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷന് അത് ആക്ച്വലി എന്താണ്? രണ്ട് ചാർജസിനെ നമ്മൾ എയറിലാണ് പ്ലേസ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ചാർജസിന്റെ ഇടയിൽ ഉള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്?
ഈ ഒരു എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2/r² എന്ന് വെച്ചിട്ടുള്ള ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, ചാർജസിനെ എവിടെ പ്ലേസ് ചെയ്യണം? എയറിൽ പ്ലേസ് ചെയ്താലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്, അല്ലെ? അപ്പൊ എന്താണ്? ഇൻ എയർ എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2/r². ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു എയറിൽ രണ്ട് ചാർജസ് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുമ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇതെന്ന് പറഞ്ഞു. രണ്ട് ചാർജസ് എപ്പോഴും വെറും എയറിൽ മാത്രമാണോ പ്ലേസ് ചെയ്യാൻ പറ്റുക? വേറൊരു മീഡിയത്തിലും ചാർജസ് പ്ലേസ് ചെയ്യാൻ പറ്റൂലേ? ഇപ്പൊ മീഡിയം എന്ന് പറയുന്നത് വാട്ടർ ആണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ പെട്രോൾ ആയിരിക്കട്ടെ, അങ്ങനെ വേറെ എന്തൊരു മീഡിയവും ആയിരിക്കട്ടെ, ആ മീഡിയത്തിലൊക്കെയാണ് നമ്മൾ രണ്ട് ചാർജസിന് പ്ലേസ് ചെയ്തിരിക്കണമെന്ന് വെച്ചിരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് എയറിൽ രണ്ട് ചാർജസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ? അപ്പൊ എങ്ങനെയാ നമ്മള് വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ രണ്ട് ചാർജസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഇക്വേഷൻ പറ്റുമോ? ഇല്ല അല്ലെ? നമ്മൾ ജസ്റ്റ് എന്ത് മാറ്റിയാൽ മതിയാവും? ε0 മാറ്റിയാൽ മതിയില്ലേ? ε0 ആണ് എന്തെന്ന് പറയുന്നത്? പെർമിറ്റിവിറ്റി ഓഫ് എയർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ε0 ആണ് എന്ത്? പെർമിറ്റിവിറ്റി ഓഫ് എയർ അല്ലെ? അപ്പൊ നമുക്ക് ആ ε0നെ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കുക? എപ്സിലോൺ ഇട്ട് കൊടുക്കുക. എന്താണ് എപ്സിലോൺ? പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം. എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം, ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മള് ഏതൊരു മീഡിയത്തിലാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ എയറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി എന്താണ് വേറൊരു മീഡിയത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ആ എപ്സിലോണിന്റെ പ്ലേസിൽ നമ്മൾ ആ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ പേടിക്കണ്ട, ആ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ആ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, എയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ 1/4πε0ന്റെ പ്ലേസിൽ നമ്മൾ 9 × 10⁹ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ വേറൊരു മീഡിയത്തിലുള്ള ചാർജസിന്റെ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന്റെ എപ്സിലോൺ വാല്യൂ, പെർമിറ്റിവിറ്റി എന്ത് ചെയ്തിട്ടുണ്ടാകും? ആ ക്വസ്റ്റ്യനിൽ നമുക്ക് തരും. ഓക്കെ, പിന്നെ ഇങ്ങനെയും വരാം. എങ്ങനെ? ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൽ നമുക്ക് മീഡിയം ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മീഡിയം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എയർ ആണ്. ഓക്കെ, മീഡിയം ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ മീഡിയം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എയർ ആണ്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അല്ലെ, ഈ 1/4πε0 ഇൻറ്റു Q1 Q2/r² നമ്മൾ ആൻസർ കണ്ടെത്തുക. 1/4πε0ന്റെ പ്ലേസിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? 9 × 10⁹ ഇട്ട് കൊടുത്തിട്ട് ഈസി ആയിട്ട് കണ്ടെത്താം, ആൻസർ കണ്ടെത്താം. എന്നാൽ നേരെ മറിച്ച് വേറൊരു മീഡിയത്തിലാണ് ചാർജസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, എന്നിട്ടാണ് നമ്മളോട് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ കണ്ടുപിടിക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ ആ മീഡിയത്തിന്റെ എപ്സിലോൺ വാല്യൂ ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷനിൽ 1/4πε എന്നുള്ള കൊടുത്ത് എപ്സിലോണിന്റെ അവിടെ എന്ത് ചെയ്യുക? എപ്സിലോണിന്റെ അവിടെ നമ്മൾ തന്നിട്ടുള്ള ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ കണ്ടെത്താൻ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ഇപ്പൊ നിങ്ങൾ എന്താണ് പഠിച്ചത്? കൂളംസ് ലോയിൽ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൂളംസ് ലോ ആണ് അല്ലെ? എന്താ നമ്മൾ ഇതിൽ പഠിച്ചത്? രണ്ട് പോയിന്റ് ചാർജസ് അല്ലെ? ഒന്നുകൂടി പറയണ, 2 പോയിന്റ് ചാർജസ് അല്ലെ? 2 പോയിന്റ് ചാർജസിന്റെ ഇടയിലുള്ള, അതിന് എവിടെയും പ്ലേസ് ചെയ്തിരിക്കട്ടെ, എയറിലാവട്ടെ വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിലാവട്ടെ, അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് തരുന്ന ഒരു ലോ ആണ് ഏത്? കൂളംസ് ലോ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എയറിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന് കണ്ടുപിടിക്കാനും പിന്നെ വേറൊരു മീഡിയത്തിലാണ് ചാർജ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മീഡിയത്തിനകത്ത് വെച്ചിട്ട് ആ ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മളിപ്പോ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? ഇനി ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താന്നുള്ളത് അല്ലെ? നമ്മളിപ്പോ പെർമിറ്റിവിറ്റി ഓഫ് എയർ പറഞ്ഞു, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഒക്കെ പറഞ്ഞു.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്? ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ നമ്മൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് കൂടി വിളിക്കലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എപ്സിലോൺ ആർ എന്നാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യല്. ഓക്കെ, എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആൻഡ് പെർമിറ്റിവിറ്റി ഓഫ് എയർ. ഓക്കെ, എന്താണ് എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു permittivity of medium divided by permittivity of air. Okay, so relative permittivity epsilon r is equal to permittivity of medium divided by permittivity of air. Okay, ഇനി ഇത് വെച്ചിട്ടേ നമുക്ക് ഈ ഒരു റിലേറ്റീവ് പെർമിറ്റിവിറ്റി വെച്ചിട്ട് നമുക്ക് എഫ് മീഡിയത്തെയും എഫ് എയറിനെയും ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? നമ്മളിപ്പോ നേരത്തെ പഠിച്ച എഫ് മീഡിയം ഉണ്ടല്ലോ, എഫ് മീഡിയം, അതുപോലെ തന്നെ എഫ് എയറിൽ ചാർജസ് വെക്കുമ്പോഴുള്ള അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന്, ആ ഒരു എഫ് എയറും പിന്നെ എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും, അതിന് മൂന്നിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതെങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? നമ്മൾ എഫ് മീഡിയം എടുക്കുക. എന്താണ് എഫ് മീഡിയത്തിന്റെ ഇക്വേഷന്? എന്താണ് എഫ് മീഡിയത്തിന്റെ ഇക്വേഷന്? എഫ് മീഡിയം ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇതിലെ ഈ ഒരു എപ്സിലോൺ ഉണ്ടല്ലോ, ഈ ഒരു എപ്സിലോണ്, ആ ഒരു എപ്സിലോണിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി പഠിച്ചില്ലേ? നമ്മളിപ്പോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇവിടെ പഠിച്ചില്ലേ? എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്ന്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എപ്സിലോണിന് നമുക്ക് ഇതിന്ന് എങ്ങനെ കിട്ടും? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എപ്സിലോൺ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതിക്കൂടെ? അല്ലെ? എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് അതിനെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ ഈ എപ്സിലോണിന്റെ പ്ലേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എപ്സിലോൺ ആർ എപ്സിലോൺ 0 എന്ന് ഇട്ട് കൊടുക്കാം അല്ലെ? അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഈ ഒരു 1/4 പിന്നെ അതുപോലെ എപ്സിലോൺ 0യും ഈ ഒരു സംഭവം അതെന്താണ്? അത് എഫ് എയർ അല്ലേ? അത് എഫ് എയർ അല്ലേ ഈ സംഭവം എന്ന് പറയുന്നത്? അല്ലേ? എഫ് എയർ അല്ലേ? എഫ് എയർ അല്ലത് അല്ലേ? നമ്മൾ പഠിച്ചു അല്ലേ? എഫ് എയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത്? എയറിലുള്ള എഫ് നമ്മൾ പറഞ്ഞു അല്ലെ? എന്താണ്? 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ് അല്ലെ? എഫ് എയർ എന്ന് പറയുന്നത് എന്താണ്? അത് എഫ് എയർ എന്ന് പറയുന്നത് എന്താണ്? 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ് അല്ലെ? അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള ഈ ഒരു ആ ഒരു പ്ലേസിൽ നമുക്ക് എന്തിട്ട് കൊടുക്കാം? നമുക്ക് എഫ് എയർ എന്ന് ഇട്ട് കൊടുക്കാം ഇല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ എന്ന് ഇട്ട് കൊടുത്തൂടെ? ഓക്കെ, സോ നമുക്ക് ഇപ്പൊ എന്താ കിട്ടിയത്? എഫ് മീഡിയത്തെയും എഫ് എയറിനെയും എപ്സിലോൺ ആറിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഇവിടെ നമുക്ക് കിട്ടിയത് അല്ലെ? എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ക്വസ്റ്റനില് എഫ് എയർ തന്നിട്ടുണ്ട്, റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും തരും. എന്നിട്ട് നമ്മളോട് എഫ് മീഡിയം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എഫ് എയർ ഡിവൈഡഡ് ബൈ എഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് ചെയ്താൽ മതി, നമുക്ക് എഫ് മീഡിയം കിട്ടും. ഓക്കെ, സോ എഫ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം കേട്ടോ. എന്താണ് ഇക്വേഷന്? എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്മൾ പഠിച്ചത് എന്താണ്? കൂളംസ് ലോ ആണ് പഠിച്ചത് അല്ലേ? കൂളംസ് ലോയിലെ രണ്ട് ഇക്വേഷൻസും പിന്നെ എന്താണ് അത് എഫ് മീഡിയത്തിന്റെയും എഫ് എയറിന്റെയും റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? എഫ് എയറും എഫ് മീഡിയവും റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ഇതിന് മൂന്നിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതൊക്കെയാണ് ഇപ്പൊ കൂളംസ് ലോയിൽ വരുന്നത് അല്ലെ? കൂളംസ് ലോ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ കൂളംസ് ലോയിൽ വെച്ചിട്ട് കൂളംസ് ലോന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലെ? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ടു ചാർജ്ഡ് കോപ്പർ സ്ഫിയർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 50 centimeter, what is the force of repulsion if charge on each is 6.5 into 10 raised to minus 7 coulomb? എന്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? രണ്ട് ചാർജ്ഡ് ആയിട്ടുള്ള കോപ്പർ സ്ഫിയറുകളുണ്ട്. ആ രണ്ട് കോപ്പർ സ്ഫിയറുകളുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് 50 സെന്റിമീറ്റർ ആണ്. ഓക്കെ, രണ്ട് കോപ്പർ സ്ഫിയറുകൾ ഉണ്ട്. അത് നമുക്ക് Q1 ഉം Q2 ആയിട്ട് കൺസിഡർ ചെയ്തൂടെ? അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് 50 സെന്റിമീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലെ? നിങ്ങൾ വായിച്ചു നോക്ക് കേട്ടോ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക് അല്ലെ? 50 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ അല്ലെ? ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ് കാണാൻ പറയുന്നത്. എന്തുകൊണ്ട് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എന്ന് പറഞ്ഞത്? രണ്ട് ചാർജസും സെയിം ആണ് അല്ലെ? രണ്ട് ചാർജസിന്റെയും ചാർജ് എത്രയാണ്? 6.5 into 10 raised to minus 7 കൂളംബ് ആണ്. അപ്പൊ രണ്ട് ചാർജസും സെയിം ആണ്. രണ്ട് സെയിം ചാർജസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ രണ്ടുപേരും റിപ്പൽ ചെയ്യുക അല്ലെ? അല്ലെ, രണ്ട് ചാർജസ് ഒരു സെയിം ചാർജസ് വന്നു കഴിഞ്ഞാൽ അവർ രണ്ടും റിപ്പൽ ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ചാർജസ് Q1 ആൻഡ് Q2, ആ രണ്ട് ചാർജസിന്റെയും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ചാർജസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 6.5 into 10 raised to minus 7 കൂളം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? ഏതാണ് ഇക്വേഷന്? നമ്മുടെ പഠിച്ച ഇക്വേഷൻ ഏതാണ് കൂളംസ് ലോ പ്രകാരം? ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിലെ മീഡിയം തന്നിട്ടുണ്ടോ? മീഡിയം തന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു മീഡിയം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മീഡിയം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എയർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ എയറിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന്റെ ഇക്വേഷൻ ആണ് എടുക്കേണ്ടത് അല്ലെ? അപ്പൊ ഇൻ എയർ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എത്രയാണ്? എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 into Q1 Q2 by R സ്ക്വയർ അല്ലെ? ഓക്കെ, നമുക്ക് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ? 1/4πε0ന്റെ പ്ലേസിൽ ഞാൻ പറഞ്ഞു എന്താ ഇട്ട് കൊടുക്കണ്ടേ? നമ്മൾ പറഞ്ഞു എന്താ ഇട്ട് കൊടുക്കണ്ടേ? 9 into 10 raised to 9 എന്ന് ഇട്ട് കൊടുക്കാം അല്ലെ? പിന്നെ നമ്മൾ Q1 ഉം Q2 ഉം സെയിം ആണ്. എത്രയാണ്? 6.5 into 10 raised to minus 7 into വീണ്ടും Q2 എന്ന് പറയുന്നതും 6.5 into 10 raised to minus 7 എന്ന് ഇട്ട് കൊടുക്കുക അല്ലെ? അതിനുശേഷം ഇതിനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യണം വിത്ത് എന്താണ്? ആ രണ്ട് ചാർജസിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ വെച്ചിട്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ഇവിടെ രണ്ട് ചാർജസിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 50 സെന്റിമീറ്റർ. എടാ, മുകളിൽ തന്നിരിക്കുന്നതേ കൂളംബ് ആണ് അല്ലെ? കൂളംബ് എന്ന് പറയുന്നത് ചാർജിന്റെ SI യൂണിറ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ആണോ? അല്ല അല്ലെ? നമ്മൾ ആൻസർ ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് SI യൂണിറ്റിലാണ്. മുകളിൽ കൂളംബാണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ SI യൂണിറ്റ് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പൊ സെന്റിമീറ്ററിന് ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ഏതാ? മീറ്റർ ആണ് അല്ലെ? അപ്പൊ നമുക്ക് സെന്റിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മീറ്റർക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ മീറ്റർക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം? ഈ 50ന്റെ കൂടെ നമ്മൾ into 10 raised to minus 2 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്
എന്ത് ചെയ്യാം, ആറിന്റെ സ്ക്വയർ ആണ് കാണേണ്ടത് അല്ലെ, ക്വസ്റ്റ്യനിൽ ഇക്വേഷനിൽ ആറിന്റെ സ്ക്വയർ ആണ് ഉള്ളത്, അപ്പൊ സ്ക്വയർ ഇട്ട് കൊടുക്കും. ഇനി ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഇങ്ങനെയാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഒന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ആൻസർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്തായിരിക്കും ആൻസർ കിട്ടുക? ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക 0.01521 ന്യൂട്ടൺ ആണ് നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് പോയിന്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൂളംസ് ലോ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അത് ഇപ്രകാരമാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാം. മീഡിയം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എയർ ആണ് മീഡിയം കൺസിഡർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടെത്തണം. ഓക്കെ, ഇനി ഇതിന് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ? ഏതായിരുന്നു ആ ക്വസ്റ്റ്യന്? What is the force of repulsion if each sphere is charged double the above amount and distance between them is halved? എന്താ ഇവിടെ പറഞ്ഞത്? തന്നിരിക്കുന്ന ചാർജിന്റെ എമൗണ്ട് ഉണ്ടല്ലോ, ആ ചാർജിന്റെ എമൗണ്ട് ഡബിൾ ചെയ്തു, അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് അത് ഹാഫ് ആക്കും ചെയ്തു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ Q1 Q2ന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് എത്രയായിരിക്കും? Q1 Q2ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ഡബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ആ ഒരു വാല്യൂവിനെ അല്ലെ? പിന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാഫ് ആക്കുക എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ നമ്മൾ 50 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 2 ചെയ്യണം. 25 സെന്റിമീറ്റർ ആണ് അല്ലെ? 25 സെന്റിമീറ്റർ ആണ് നമ്മൾ 6 ആക്കിയിട്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആക്കിയിട്ട് നമ്മൾ എടുക്കേണ്ടത് അല്ലെ? ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഏതാണ്? കൂളംസ് ലോ പ്രകാരം ഏതാണ്? F is equal to 1/4πε0 into Q1 Q2/r² ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതൊക്കെ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? 1/4πε0 എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കും? 9 × 10⁹ ആണ് അതിന്റെ വാല്യൂ, അപ്പൊ അത് കൊടുക്കും അല്ലെ? 9 × 10⁹ എന്ന് കൊടുക്കും. ഇൻറ്റു Q1 എന്താണ്? 2 × 6.5 × 10⁻⁻7 ആണ്. Q2 എന്താണ്? ഇൻറ്റു 2 × 6.5 × 10⁻⁷ ആണ്. ഡിവൈഡ് ചെയ്യണം. R എത്രയാണ്? 25 സെന്റിമീറ്റർ ആണല്ലേ? അപ്പൊ നമ്മൾ 25 ഇൻറ്റു മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 10⁻² കൊടുത്തിട്ട് ഓൾ സ്ക്വയർ എന്ന് കൊടുക്കും അല്ലെ? അങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്തും. നമുക്ക് ആൻസർ കിട്ടും. എത്ര? നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അത് 0.24 ന്യൂട്ടൺ എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ, 0.24 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, എക്സാമിന് നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് എന്താണ് മൾട്ടിപ്ലിക്കേഷനും അതൊക്കെ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 0.24 ന്യൂട്ടൺ എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്താ പഠിച്ചത്? കൂളംസ് ലോ ആണ് പഠിച്ചത് അല്ലെ? കൂളംസ് ലോയിൽ ഇപ്പൊ നമ്മള് പറഞ്ഞതൊക്കെ എന്താണ്? 2 പോയിന്റ് ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ കാണാനാണ് നമ്മൾ ഈ കൂളംസ് ലോയിൽ നമ്മൾ പഠിച്ചത് അല്ലെ? ഒന്നുകൂടി ഞാൻ ഫോക്കസ് ചെയ്ത് പറയുകയാണ്. 2 പോയിന്റ് ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കൂളംസ് ലോ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് 2 പോയിന്റ് ചാർജസ് ആണ് അല്ലെ? അപ്പോ 2 പോയിന്റ് ചാർജസിന് പകരം ഒരു സ്പേസിൽ 3 പോയിന്റ് ചാർജസ്, അല്ലെങ്കിൽ 2ൽ കൂടുതൽ പോയിന്റ് ചാർജസ് വന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പോയിന്റ് ചാർജസിന്റെ ഇടയിലുള്ള അല്ലെങ്കിൽ ആ പോയിന്റ് ചാർജസിന്റെ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ അവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? 2ൽ കൂടുതൽ പോയിന്റ് ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അവിടെയുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന് കണ്ടുപിടിക്കും? അതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് ആണ്.
മൾട്ടിപ്പിൾ ചാർജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷനെ കണ്ടുപിടിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഇപ്പോ ഡെഫിനിഷൻ വായിച്ചു നോക്ക് അല്ലെ. ഇഫ് ദ സിസ്റ്റം കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഇന്ററാക്ടിംഗ് ചാർജസ് then the force on a given charge is equal to the vector sum of the forces exerted on it by charges. എന്ത് പറയണത് ഇതില്ലേ? ഇപ്പോ രണ്ടിൽ കൂടുതൽ ചാർജസ് ഉണ്ട് എന്ന് വിചാരിക്കും. രണ്ടിൽ കൂടുതൽ ചാർജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു ചാർജിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ആ ചാർജിന്റെ മേലില് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത് ബാക്കിയുള്ള ചാർജസ് ഒക്കെ ഉണ്ടാവൂലേ, ആ ചാർജസിൽ നിന്നൊക്കെ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഈ ചാർജ് ആയിട്ട് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ ആ ബാക്കിയുള്ള ചാർജസിൽ നിന്നൊക്കെ ഈ ചാർജസിന്റെ മേലിൽ വരുന്ന ആ ഒരു ഫോഴ്സുകളുടെ ഒക്കെ ഒരു വെക്റ്റർ സം ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു ചാർജിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ നിങ്ങള് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് 3 പോയിന്റ് ചാർജസ് ആണ് എടുത്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ ചാർജസ് ആയി അല്ലെ, രണ്ടിൽ കൂടുതൽ ചാർജസ് ആയി. അപ്പോൾ 3 പോയിന്റ് ചാർജസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ചാർജസുകൾ? Q1ഉം Q2ഉം Q3യും. കണ്ടില്ലേ? ഏതാണ്? Q1, Q2, Q3. ഈ 3 ചാർജസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത് ഈ Q2 എന്ന് പറയുന്ന ചാർജിന്റെ മേലില് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണെന്ന് വിചാരിച്ചോ. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? Q2 എന്ന് പറയുന്ന ചാർജസിന്, ഇതൊരു സിസ്റ്റം ആണ് അല്ലെ, ചാർജസിന്റെ ഒരു സിസ്റ്റം ആണ്. ആ സിസ്റ്റത്തിനകത്ത് Q2 എന്ന് പറയുന്ന ചാർജിന്റെ മേലിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ Q2വിന്റെ മേലില് ഒന്ന് നോക്കിക്കേ. Q1ഉം Q2ഉം അല്ലെ, അതില് Q2വിന്റെ മേലില് Q1 കൊണ്ട് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് വെക്റ്റർ F1 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ Q2വിന്റെ മേലില് Q3 കൊണ്ട് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? വെക്റ്റർ F2 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ F1ഉം F2ഉം അല്ലെ, അത് രണ്ടും അതിന്റെ മേലില് അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ശരിക്കും അതിന്റെ മേലില് ആക്ട് ചെയ്യപ്പെടുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അത് ഏതായിരിക്കും? വെക്റ്റർ F ആയിരിക്കും. എന്താ പറഞ്ഞത്? 2 ഫോഴ്സസ് ആണ് അല്ലെ. Q3 എന്ന് പറയുന്നതിൽ നിന്നും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് Q2വില്, അതാണ് വെക്റ്റർ F2. പിന്നെ അതുപോലെ തന്നെ Q1 എന്ന് പറയുന്ന ചാർജിൽ നിന്നും Q2 എന്ന് പറയുന്ന ചാർജിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതാണ് വെക്റ്റർ F1. പക്ഷെ രണ്ടെണ്ണത്തിന്റെയും ഈ വെക്റ്റർ F1 ആൻഡ് വെക്റ്റർ F2 ഈ രണ്ട് ഫോഴ്സിന്റെയും രണ്ട് ഫോഴ്സും ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ശരിക്കും അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഒരു നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ F ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ലേ, ആ വെക്റ്റർ Fന്റെ ഡയറക്ഷനിലായിരിക്കും ശരിക്കും അതിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? ശരിക്കും അതിന്റെ മേൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ F ആയിരിക്കും. ഓക്കെ, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ F ആയിരിക്കും Q2വിന്റെ മേൽ ആക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അപ്പൊ ഈ വെക്റ്റർ F എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടോട്ടൽ ഫോഴ്സ്, ഈ Q2വിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് ആകുന്ന വെക്റ്റർ F എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ F ഈസ് ഈക്വൽ ടു വെക്റ്റർ F1 പ്ലസ് വെക്റ്റർ F2 ആയിരിക്കും. എന്താണ്? വെക്റ്റർ സം ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജ് Q2 എന്ന് പറയുന്ന ചാർജിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ വെക്റ്റർ സം ഓഫ് ദി ഓൾ ഫോഴ്സസ് ബൈ ദി അതർ ചാർജസ്. ഓക്കെ,
ബാക്കിയുള്ള അതിന്റെ അടുത്ത് ഒരു ചാർജിന്റെ Q2 എന്ന് പറയുന്ന ചാർജിന്റെ അടുത്ത് ഇനിയിപ്പോ എത്ര ചാർജസ് ഉണ്ടായിക്കോട്ടെ, ആ ചാർജുകളിൽ നിന്നൊക്കെ വരുന്ന ഫോഴ്സുകളുടെ ഒരു വെക്റ്റർ സം ഓഫ് ചാർജ് ആയിരിക്കും, സോറി വെക്റ്റർ സം ഓഫ് ഫോഴ്സ് ആയിരിക്കും, വെക്റ്റർ സം ഓഫ് ഫോഴ്സസ് ആയിരിക്കും ഈ ഒരു Q2വിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഇവിടെ ഇപ്പൊ ഞാൻ രണ്ട് ചാർജസ് ആണ് കൺസിഡർ ചെയ്തത് അല്ലെ. Q2വിന്റെ അടുത്ത് Q1 ചാർജ് ഉണ്ട്, Q3 ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ നേരെ മറിച്ച് Q3 ഒന്നല്ല, Q4 Q5 Q6 അങ്ങനെ എത്ര ചാർജസ് ഉണ്ടായിക്കോട്ടെ, കുറേ ചാർജസ്, n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു എന്താണ് Q2വിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് നെറ്റ് ഫോഴ്സ് വെക്ടർ എഫ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വെക്ടർ F1 പ്ലസ് വെക്ടർ F2 പ്ലസ് വെക്ടർ F3 പ്ലസ് വെക്ടർ F4 പ്ലസ് അങ്ങനെ എക്സെട്ര അങ്ങനെ പോയിട്ട് പ്ലസ് വെക്ടർ Fn അല്ലെ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ചാർജിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും വരുന്ന ചാർജുകളിൽ നിന്നൊക്കെ വരുന്ന ഫോഴ്സിന്റെ ഒരു വെക്ടർ സം ആയിരിക്കും ആ നമ്മൾ കൺസിഡർ ചെയ്ത ചാർജിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു വെക്ടർ F1 വെക്ടർ F2 എന്നൊക്കെ പറഞ്ഞു. ഈ വെക്ടർ F1 ഈ F1ഉം F2 ഒക്കെ എന്താണ്? F1ന്റെയും F2ന്റെയും ഒക്കെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? അത് നമ്മൾ കണ്ടെത്തുന്ന എന്താണ്? അത് നമ്മള് ഏതിൽ പഠിച്ചു? കൂളംസ് ലോയിൽ പഠിച്ചു അല്ലെ. ഈ F1 എന്ന് പറയുന്നത് എന്താ? ഇവിടെ നിങ്ങളിപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ F1 എന്നല്ലേ ചിത്രത്തിൽ നോക്കണേ. F1 എന്ന് പറയുന്നത് എന്താണ്? അത് Q1ന്റെയും Q2ന്റെയും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ആണ്. അങ്ങനെ രണ്ട് പോയിന്റ് ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കൂളംസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. F1 എത്രയാവും അപ്പോ? 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ R1 സ്ക്വയർ അല്ലെ. ഇവിടെ R1 ആണ് അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്, അതുകൊണ്ട് R1 സ്ക്വയർ അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഇനി Q3യും Q1ന്റെ ഇടയിലുള്ളതോ? ഈ Q2വും Q3യും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് പോയിന്റ് ചാർജസ് ആണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ കൂളംസ് ലോ പ്രകാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്? F2ന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ വരിക? 1/4πε0 ഇൻറ്റു Q2 Q3 ബൈ R2 സ്ക്വയർ അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോന്നിന്റെയും മാഗ്നിറ്റ്യൂഡ് കിട്ടും. അങ്ങനെ നമ്മൾ ഇതിന്റെയൊക്കെ ഒരു വെക്ടർ സം, ഈ ഫോഴ്സുകളുടെയൊക്കെ ഒരു വെക്ടർ സം ആയിരിക്കും ആ ഒരു Q2വിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കേട്ടോ. ഓക്കെ. അതുകൊണ്ടാണ് പറയുന്നത് ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്, അതിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ പറയുന്നതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ. അപ്പൊ പ്രോബ്ലം ഒന്ന് വായിച്ചു കേട്ടോ എല്ലാവരും. എന്താണ് പ്രോബ്ലം? ക്വസ്റ്റ്യൻ എന്താണ്? +1 മൈക്രോ കൂളം +2 മൈക്രോ കൂളം -3 മൈക്രോ കൂളം are placed at the corners of an equilateral triangle of side 4 centimeter. What is the magnitude of net force along on charge -3 microcoulomb? എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? 3 ചാർജസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് 3 ചാർജുകൾ? +1 മൈക്രോ കൂളമ്പും +2 മൈക്രോ കൂളമ്പും -3 മൈക്രോ കൂളമ്പും അല്ലെ. ഇതാണ് 3 ചാർജസ്. ഈ 3 ചാർജസിനെയും ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ 3 കോർണറുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കപ്പോ മനസ്സിലാവുണ്ടോ എങ്ങനെയാവുന്നു അല്ലെ? ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിന്റെ 3 സൈഡും ഈക്വൽ ആയിരിക്കും, അതിന്റെ 3 ആംഗിളും സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ 3 സൈഡ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു സൈഡിന്റെ സൈഡ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ 3 ചാർജസിലെ -3 മൈക്രോ കൂളംബ് ഉണ്ടല്ലോ, ആ -3 മൈക്രോ കൂളംബിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈസി ആണ് അല്ലെ. നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താണ് -3 മൈക്രോ കൂളംബ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? ഈ +1 മൈക്രോ കൂളമ്പും +2 മൈക്രോ കൂളമ്പിൽ നിന്നും ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിന്റെ വെക്ടർ സം ആയിരിക്കും -3 മൈക്രോ കൂളമ്പിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, നമുക്ക് ചെയ്തു നോക്കാം അല്ലെ. ഓക്കെ. അപ്പോ ഇത് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ഇവിടെ നോക്ക് നിങ്ങള്, ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. 4 സൈഡും സെയിം ആണ്. 4 സൈഡ് അല്ല,
മൂന്ന് സൈഡും സെയിം ആണ്, 4 cm ആണ്. പിന്നെ അതിന്റെ കോർണറിൽ നമ്മൾ എത്രയായിരിക്കും വരിക, ആംഗിൾ എത്ര വരിക, ഇക്വലേറ്റർ ആംഗിളിൽ എത്രയാ വരിക, 60° അല്ലെ, മൂന്ന് സൈഡും അല്ലെ. ഓക്കെ, 60° എന്ന് കൊടുക്കാം. ഇനി +1 മൈക്രോ കൂളമ്പ്, +2 മൈക്രോ കൂളമ്പ്, -3 മൈക്രോ കൂളമ്പ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, മൂന്ന് കോർണറിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, -3 മൈക്രോ കൂളമ്പിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് ആണല്ലോ. ഈ -3 മൈക്രോ കൂളമ്പിൽ നിന്നും +1 മൈക്രോ കൂളമ്പിലോട്ട് എങ്ങനെയാവും വെക്ടർ, എങ്ങനെയാവും ഫോഴ്സ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലെ. F1 എന്ന് പറഞ്ഞ് ഇവിടെ ഫോഴ്സ് കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഫോഴ്സിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലോട്ടാണ് അല്ലെ. കാരണം എന്താണ്, +1 മൈക്രോ കൂളമ്പ് ആണ്. +1 മൈക്രോ കൂളമ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും -3 മൈക്രോ കൂളമ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജും ആണ്. അപ്പൊ അവർക്കിടയിൽ എന്താ ഉണ്ടായിരിക്കുക, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ വെക്ടർ, സോ ഇങ്ങനെയാണ് എന്താ ഇവിടെ -3 മൈക്രോ കൂളമ്പിന്റെയും +1 മൈക്രോ കൂളമ്പിന്റെയും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് F1 നമ്മൾ കൊടുത്തു. F1 വരച്ചത് കണ്ടില്ലേ, പിക്ചറിൽ കാണുന്നില്ലേ F1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ +2 മൈക്രോ കൂളമ്പും -3 മൈക്രോ കൂളമ്പും അല്ലെ, അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ആണ് F2 എന്ന് പറയുന്നത്. F2 എന്ന് പറയുന്നത് അതും നിങ്ങൾക്ക് ഫിഗറിൽ എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ. അവർക്കിടയിലും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവർക്കുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ നമുക്ക് ഇങ്ങനെ വരക്കാം, F2 എന്ന് പറയുന്നത് ഇങ്ങനെ വരക്കാം അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എടാ ഇവിടെ F1ഉം F2 നിങ്ങൾ നോക്കിക്കേ. F1ഉം F2 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ശരിക്കും അപ്പോ -3 മൈക്രോ കൂളമ്പിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വെക്ടർ F എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വരച്ചൂടെ, ഇങ്ങനെ സെൻട്രൽ ആയിട്ടല്ല നമ്മൾ വരക്കുക അല്ലെ. നമുക്ക് ഇങ്ങനെ വരച്ചൂടെ, വെക്ടർ F എന്ന് പറയുന്നത് നമുക്ക് സെൻട്രൽ, ഇങ്ങനെ സെൻട്രൽക്കായിട്ട് അത് ഈ F1ന്റെയും F2ന്റെയും സെൻട്രലായിട്ട് നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റും അല്ലെ. ഇങ്ങനെയാണ് വരിക അല്ലെ. അത് നമുക്ക് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണത് അല്ലെ. +1 നമ്മൾ പഠിക്കുന്നുണ്ട് അത് അല്ലെ. വെക്ടർ F എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇനി നമുക്കിപ്പോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് F ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് നെറ്റ് ഫോഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെറ്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇങ്ങനെ നമുക്ക് ഇവിടെ വെക്ടർ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ? സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ സം ഓഫ് ദ ഫോഴ്സസ് എന്നാണ് പറയുന്നത് അല്ലെ. വെക്ടർ സം ഓഫ് ദ ഫോഴ്സസ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവിടെ വെക്ടർ എഫ് എന്ന് പറയുന്നത് എന്താണ്, അത് വെക്ടർ സം ഓഫ് ദ ഫോഴ്സസ് F1 ആൻഡ് F2 ആണ് അല്ലെ. വെക്ടർ സം ആണ്. ഈ വെക്ടർ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യല്. ഏതാണത്, നമ്മൾ +1 പഠിക്കുന്ന കാര്യമാണത്. ഏതാണത്, ട്രയാങ്കുലർ മെത്തേഡ് ഒന്ന് അല്ലെ. രണ്ടാമത്തേത് ഏതാ, പാരലലോഗ്രാം മെത്തേഡ് അല്ലേ രണ്ടാമത്തേത് അല്ലെ. പാരലലോഗ്രാം മെത്തേഡ് അല്ലെ, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷന് നമുക്ക് അറിയണാവും അല്ലെ. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ പറ്റുക. F1 ഉണ്ട്, F2 ഉണ്ട്, അതിന്റെ ഇടയിൽ വരുന്ന ഈ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. F ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് തീറ്റ. ഇതല്ലേ ഇക്വേഷൻ പാരലലോഗ്രാം ലോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അല്ലെ. ഓക്കെ, അപ്പോ F ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് തീറ്റ അല്ലെ. ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇനി അല്ലെ. അപ്പൊ അതിന്റെ മുമ്പായിട്ട് നമുക്കിവിടെ F1 എന്താന്ന് അറിയണ്ടേ. F1 എങ്ങനെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, F1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. F1 ഈസ് ഈക്വൽ ടു, ഇത് എയറിലാണ്. മീഡിയം തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനില്, ഇല്ല അല്ലെ. അപ്പൊ മീഡിയം ഏതായിരിക്കും, എയർ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്, F ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 R സ്ക്വയർ അല്ലേ. അതിൽ നമ്മൾ 1/4πε0 പ്ലേസിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം, 9 × 10⁹ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് F1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 9 × 10⁹ ഇൻറ്റു Q1 എന്താ +1 ഇൻറ്റു മൈക്രോ കൂളംബ് ആണ് അല്ലേ.
മൈക്രോ വരുമ്പോൾ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? ഇൻറ്റു 10⁻⁻6 ചെയ്യണം, വേണ്ടേ? ആ, ഇൻറ്റു 10⁻⁻6 ഇൻറ്റു Q2 എന്താ? -3 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ R എന്താ? 4 സെന്റിമീറ്റർ ആണല്ലേ. അപ്പൊ മീറ്റർക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്റർ കൺവേർട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 10⁻²² ഓൾ സ്ക്വയർ. ഓക്കെ, ഇനി നിങ്ങളിത് നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 16.875 ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് F1 കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് F2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. F2 എന്ന് പറയുന്നത് F2 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹ അല്ലെ? അറിയില്ലേ എങ്ങനെ കാണുന്നെന്ന് അറിയില്ലേ? എന്തുകൊണ്ടത് ഇട്ട് കൊടുക്കണമെന്ന് അറിയില്ലേ? അല്ലെ? FIRന്റെ ഇക്വേഷൻ ആണ് നമ്മളോട് അപ്ലൈ ചെയ്യണത് അല്ലെ? ഓക്കെ, അപ്പൊ F2 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു ഇവിടെ Q1 എത്രയാ? +2 മൈക്രോ കൂളംബ് ആണ് അല്ലെ? അപ്പൊ +2 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു പിന്നെ Q2 എന്ന് പറയുന്നത് -3 മൈക്രോ കൂളംബ് അല്ലെ? അപ്പൊ -3 ഇൻറ്റു 10⁻⁻6 ഓൾ ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് 4 ആണ്, സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇൻറ്റു 10⁻⁻2 എന്ന് ഇട്ട് കൊടുക്കും, ഓൾ സ്ക്വയർ. ഓക്കെ, നിങ്ങൾ ഫിഗർ നോക്കണം കേട്ടോ. F1 എവിടെയാണെന്ന് നോക്ക്, F2 എവിടെയാണെന്ന് നോക്ക്. നിങ്ങൾ F1 F2 ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഏതാണെന്ന് നോക്കണം. എന്നിട്ട് അതിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ Q1 ഉം Q2 ഉം അല്ലെ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്, ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ F2 ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. F2 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 33.75 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളുടെ കയ്യിൽ F1 ഉണ്ട്, F2 ഉണ്ട് അല്ലെ? നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പോരെ? എഫിന്റെ അല്ലെ? എഫ് എന്താണ്? F ഈസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് തീറ്റ ആണ് അല്ലെ? അപ്പൊ F1ന്റെ വാല്യൂ എത്രയാ? F1 എന്ന് പറയുന്നത് 16.875 ആണ്. അപ്പോ സ്ക്വയർ റൂട്ട് ഓഫ് 16.875 സ്ക്വയർ പ്ലസ് F2 33.75 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു F1 എന്താ? 16.875 ഇൻറ്റു F2 എന്താ? 33.75 ഇൻറ്റു കോസ് തീറ്റ എന്താ? ഇവിടെ തീറ്റ എന്താ? ഇക്വലേറ്റർ ട്രയാങ്കിളിലെ തീറ്റ എന്താണ്? 60 അല്ലെ? ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ തീറ്റ എന്നല്ല പറയുന്നത്, F1ന്റെയും F2ന്റെയും ഇടയിലുള്ള തീറ്റ എത്രയാ? F1ന്റെയും F2ന്റെയും ഇടയിലുള്ള തീറ്റ എത്രയാണ്? നോക്കൂ, ഫിഗറിൽ നോക്കൂ, എത്രയാണ്? 60 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ നമ്മള് കോസ് തീറ്റ എന്നുള്ളിടത്ത് കോസ് 60 ഡിഗ്രി എന്ന് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ F നമ്മൾ കണ്ടുവരുമ്പോൾ നമുക്ക് 63 ന്യൂട്ടൺ എന്ന് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോ ഇവിടെ നമ്മളിപ്പോ F കണ്ടുപിടിച്ചു അല്ലെ? ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ എന്താ കണ്ടുപിടിച്ചത്? നെറ്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ? ഒരു പോയിന്റ് ചാർജസ് അല്ലെ, മൾട്ടിപ്പിൾ ചാർജസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ചാർജിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നാണ് ഇപ്പൊ നമ്മളിവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ചാർജസ് വന്നു കഴിഞ്ഞാൽ അതിലുള്ള ഒരു ചാർജിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കല് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് ചെയ്യുന്നത്? വെക്ടർ ഓക്കെ, അപ്പോ മൾട്ടിപ്പിൾ ചാർജസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇടയിലുള്ള ഫോഴ്സ്, അതിലുള്ള ഒരു ചാർജിന്റെ മേലെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കേട്ടോ. ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് എന്ന് പറയുന്ന ടോപ്പിക് ഇത്രയാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗം അല്ലെ? നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ് അല്ലെ? അപ്പൊ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചുള്ള ഏകദേശം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്
ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അല്ലെ, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? എടാ, ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഫിഗറിൽ നോക്കാം. ഇവിടെ ഈ കിളിപ്പച്ച കളർ കാണിക്കുന്നത് അത് ചാർജ്, അത് ഇലക്ട്രിക് ചാർജ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. കിളിപ്പച്ച കളറിൽ കാണിക്കുന്നത് ഇലക്ട്രിക് ചാർജ് ആണ്. ആ ഇലക്ട്രിക് ചാർജിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഇപ്പൊ നമ്മൾ ഒരു ഇലക്ട്രിക് ചാർജ് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. ഇലക്ട്രിക് ചാർജിനെ നമ്മൾ ഏതെങ്കിലും ഒരു സ്പേസിൽ നമ്മൾ വെച്ചു. നമ്മൾ ഏതെങ്കിലും ഒരു സ്പേസിൽ ഇലക്ട്രിക് ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന് ചുറ്റും ആ ചാർജ് കൊണ്ട് ഒരു ഫോഴ്സ്, ആ ചാർജിന് ചുറ്റും ആ ചാർജിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? ഒന്നുകൂടി പറയുന്നത്, നമ്മളൊരു ചാർജിനെ നമ്മൾ എവിടെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജിന് ചുറ്റും ആ ചാർജിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കും. ആ സ്പേസിനെയാണ് നമ്മൾ ആ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, so electric field is a space around a charge in which any charge placed on it experience a force. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ കിളിപ്പച്ച കളറിൽ കാണിക്കുന്നത് ഇലക്ട്രിക് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ആ ചാർജിന് ചുറ്റുമുള്ള അതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ചാർജിന്റെ, ആ ഇലക്ട്രിക് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടി നമ്മൾ ഇതുപോലത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വേറൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഒരു ചാർജ് ഉണ്ട്, പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു സോഴ്സ് ചാർജ് എടുത്തു എന്ന് വിചാരിക്കും. പ്ലസ് ക്യൂ എന്ന് പറയുന്ന, ശ്രദ്ധിക്കണേ, പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു സോഴ്സ് ചാർജ് എടുത്തു. ആ സോഴ്സ് ചാർജിന്റെ ചുറ്റുമുള്ള ആ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് അതിന് ചുറ്റും ആ കാണിക്കുന്നത്. പ്ലേസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ചാർജിന്റെ മേലില് തീർച്ചയായിട്ടും എന്തുണ്ടാകും? ഈ സോഴ്സ് ചാർജ് കൊണ്ടുള്ള ഒരു ഫോഴ്സ് ഈ ടെസ്റ്റ് ചാർജിന്റെ മേലില് ആക്ട് ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലായോ എന്താ പറഞ്ഞത്? ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ക്രിയേറ്റഡ് ബൈ എ സോഴ്സ് ചാർജ് ക്യൂ. ലെറ്റ് ക്യൂ ഈസ് എ ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് ഇൻ ദ ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. നമ്മളൊരു സോഴ്സ് ചാർജ് ഉണ്ട്, ആ സോഴ്സ് ചാർജിന്റെ ചുറ്റും അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജിന്റെ മേലിൽ ഈ സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഒരു ഫോഴ്സ് ടെസ്റ്റ് ചാർജിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ടെസ്റ്റ് ചാർജിന് ആ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇലക്ട്രിക് ഫീൽഡ് തന്നെ. ഓക്കെ, ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്, അതിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഇ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. എന്താണ്? ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഇ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മളെ ഇവിടെ വായിച്ചു നോക്കട്ടെ. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു സോഴ്സ് ചാർജ് വെക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും ആ സോഴ്സ് ചാർജിന് ചുറ്റും. ആ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ചാർജിന്റെ മേലിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ? എടാ, ആ ടെസ്റ്റ് ചാർജിന്റെ മേലില് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് തന്നെയാണ് ആ സോഴ്സ്, അവിടെ ഉള്ള സോഴ്സ് ചാർജിന്റെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. എന്താണ്, മനസ്സിലായോ? നമ്മള് ഒരു സോഴ്സ് ചാർജ് ഉണ്ട്, ഞാൻ ഒന്നുകൂടി പറയാണേ. ഒരു സോഴ്സ് ചാർജ് ഉണ്ട്, ആ സോഴ്സ് ചാർജിന്റെ ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ആ സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡില് ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജിൽ തീർച്ചയായിട്ടും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് തന്നെയാണ് ഈ
ആ ടെസ്റ്റ് ചാർജിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന ആ ഫോഴ്സ് ആണ് ഈ സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ടെസ്റ്റ് ചാർജിന്റെ മേൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആയിരിക്കും സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റിൽ ഉള്ളത് കേട്ടോ, അതുകൂടി മനസ്സിലാക്കണേ. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചാർജിനെ ഇപ്പൊ നമ്മള് എന്താണ് എടുത്തു കൊണ്ടുപോയി വെച്ചു, അല്ലെങ്കിൽ കുറച്ച് ദൂരെ കൊണ്ടുപോയി നമ്മൾ പ്ലേസ് ചെയ്തു, ആ സമയത്തൊക്കെ ഇന്റൻസിറ്റി ഒരുപോലെ ആവുമോ? ടെസ്റ്റ് ചാർജിന്റെ മേലിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഒരുപോലെ ആവുമോ? അല്ല. അപ്പൊ നമ്മള് ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഏത് പോയിന്റിലാണോ നമ്മൾ ഏതൊരു പോയിന്റിലാണോ നമ്മൾ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുപോയി വെക്കുന്നത്, ആ പോയിന്റിൽ ആ ടെസ്റ്റ് ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും ആ പോയിന്റിലുള്ള ആ സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് എഫ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ ടെസ്റ്റ് ചാർജ് Q0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ബൈ Q0 ആയിരിക്കും പറയുന്നത്. എന്താണ് ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത്. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു ഇക്വേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? എഫ് ബൈ Q0 എന്നാണ് പറയുന്നത്. എന്താണ് എഫ് എന്ന് പറയുന്നത്? Q0 എന്ന് പറയുന്നത് എന്താണ്? Q0 എന്ന് പറയുന്നത് ടെസ്റ്റ് ചാർജ് ആണ്. ഇനി ആ ടെസ്റ്റ് ചാർജിന്റെ മേലില് ആ സോഴ്സ് ചാർജിന്റെ കാരണം കൊണ്ട് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തില്ലേ ആ ഒരു പോയിന്റില്, ആ ഫോഴ്സ് ആണ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എഫ് ബൈ Q0 ആയിരിക്കും. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ സോഴ്സ് ചാർജ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ടെസ്റ്റ് ചാർജ് ഡിവൈഡഡ് ബൈ ടെസ്റ്റ് ചാർജ്. ഓക്കെ, സോ ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ Q0 ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇക്വേഷൻ. ഇ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ Q0. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഈ ഇ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓഫ് കോഴ്സ് അല്ലെ, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. എന്തുകൊണ്ട്? കാരണം ഇ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ Q0 ആണ്. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതും എന്തായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കണം, അതിനൊരു ഡയറക്ഷനും ഉണ്ടായിരിക്കണം അല്ലെ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ എഫ് ബൈ Q0 ഇട്ടുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിലൊരു ഫോഴ്സ് ഇല്ലേ? ഇപ്പൊ ഇ ഈക്വൽ എഫ് ബൈ Q0 ആണ്, അതിൽ ആ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഏതാണോ അതേ ഡയറക്ഷൻ ആയിരിക്കും ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, സോ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഹൂസ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഫോഴ്സ് എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക. ഇപ്പോ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ, ഈ Q0 ഉണ്ടല്ലോ, Q0 എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്തെടുത്തത്? ടെസ്റ്റ് ചാർജ് ആണ് എടുത്തത് അല്ലെ? ഈ ടെസ്റ്റ് ചാർജ് ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഒരു +1 കൂളംബ് ആയിരിക്കും. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചാർജ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഇനി ആദ്യം നിങ്ങൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ഫിഗർ നോക്കി, ഇതില് സോഴ്സ് ചാർജ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. സോഴ്സ് ചാർജ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ പോസിറ്റീവ് ചാർജ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു Q0 എന്ന് പറയുന്നത് ഓൾവേസ് നമ്മൾ എടുക്കുന്നത് ടെസ്റ്റ് ചാർജ് ആണ്. Q0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾവേസ് നമ്മൾ എടുക്കുന്നത് +1 കൂളംബ് ആയിരിക്കും നമ്മൾ Q0 എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടും പോസിറ്റീവ് ചാർജ് ആവുകയാണ് അല്ലെ? ഈ ഒരു സിറ്റുവേഷൻ, ഇവിടെ രണ്ട് സോഴ്സ് ചാർജും പോസിറ്റീവ് ആണ്, ടെസ്റ്റ് ചാർജും പോസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലെ? എഫ് എന്തായിരിക്കും? ടെസ്റ്റ് ചാർജിന്റെ ആ ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ നോക്കിക്കേ, എങ്ങോട്ടായിരിക്കും? പുറത്തോട്ടായിരിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം, ഇഫ് സോഴ്സ് ചാർജ് ഈസ് പോസിറ്റീവ്
the direction of the electric field is radially outwards. അണ്ടർസ്റ്റാൻഡ്? റേഡിയലി എന്തായിരിക്കും? സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഓക്കെ, കാരണം ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണ്? അത് റേഡിയലി ഔട്ട്വേർഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും എന്തായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഈ ഫിഗർ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഫിഗർ ശ്രദ്ധിക്കുക. അതിലെന്താണ്? അതില് സോഴ്സ് ചാർജ് ഇനി എന്താണ് നമ്മൾ എടുക്കുന്നത്? ഇതിൽ നമ്മൾ സോഴ്സ് ചാർജ് നമ്മൾ നെഗറ്റീവ് ആണ് എടുക്കുന്നത്. നെഗറ്റീവ് ചാർജ് ആണ് സോഴ്സ് ചാർജ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സോഴ്സ് ചാർജ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സോഴ്സ് ചാർജ് നെഗറ്റീവ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾവേസ് എടുക്കുന്നത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ +1 കൂളം കിട്ടും. ഇനി ഇവിടെ സോഴ്സ് ചാർജ് നെഗറ്റീവും പിന്നെ ടെസ്റ്റ് ചാർജ് പോസിറ്റീവും ആയതുകൊണ്ട് അവർക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചാർജിന്റെ അവിടെയുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് റേഡിയലി ഇൻവേർഡ്സ് ആയിരിക്കും, അല്ലെ? ഉള്ളുക്കായിരിക്കും, അല്ലെ? റേഡിയലി ഇൻവേർഡ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ റേഡിയലി ഇൻവേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്തായിരിക്കും? റേഡിയലി ഇൻവേർഡ്സ് ആയിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം, നമുക്ക് മനസ്സിലായി, ഇഫ് സോഴ്സ് ചാർജ് ഈസ് നെഗറ്റീവ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് റേഡിയലി ഇൻവേർഡ്സ്. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണോ, അല്ലെ? മനസ്സിലായില്ലേ? സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ്സും, സോഴ്സ് ചാർജ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് റേഡിയലി ഇൻവേർഡ്സും ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമ്മളിപ്പോ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു, അല്ലെ? ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താ? സോ സിമ്പിൾ, അല്ലെ? എന്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു F/Q0 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് എന്താകും? എഫിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്, അല്ലെ? ന്യൂട്ടൺ. ഇനി ചാർജിന്റെ യൂണിറ്റോ? കൂളംബ്. അപ്പോൾ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ കൂളംബ്, അല്ലെ? ഇനി ഡയമെൻഷനോ? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? mL/2 അല്ലെ? അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റോ? IT അല്ലെങ്കിൽ AT, അല്ലെ? IT കൊടുക്കലുണ്ട്, AT എന്നും കൊടുക്കലുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ IT എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് IT ആണ്. അപ്പൊ നമ്മളിത് കൊടുക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റെ ഡയമെൻഷൻ കിട്ടുന്നത് mL/(-1) T⁻⁻³ എന്നായിരിക്കും, അല്ലെ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഇല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. എന്താണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ എന്താന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ ഒരു സോഴ്സ് ചാർജ് ഉണ്ട്. ആ സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിംഗിൾ ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിംഗിൾ ചാർജ്. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? F/Q0 ആണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. അതന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. E ഈസ് ഈക്വൽ ടു F/Q0 തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു എഫ് എന്ന് പറയുന്നത്, അല്ലെ, നമ്മള് ഒന്ന് കറക്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ കറക്റ്റ് ഇക്വേഷൻ രൂപത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത്, കൊണ്ടെത്തിക്കുന്ന ഒരു ഭാഗമാണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പോ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിംഗിൾ ചാർജ് എന്ന് പറയുമ്പോഴേ നമ്മള് കൺസെപ്റ്റ് എങ്ങനെയാണ്? നമ്മളൊരു സോഴ്സ് ചാർജ് ഉണ്ടായിരിക്കും, അല്ലെ? സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാം? സോഴ്സ് ചാർജിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ടെസ്റ്റ് ചാർജ് Q0 നമ്മൾ പ്ലേസ് ചെയ്യും, അല്ലെ? ഓക്കെ, അപ്പൊ ഒരു ക്യൂ ഉണ്ട്, സോഴ്സ് ചാർജ് ഉണ്ട്. ആ സോഴ്സ് ചാർജിന്റെ അടുത്തായിട്ട് നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്യൂന്റെയും Q0ന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. ഇനി Q0-യില് സോഴ്സ് ചാർജ് കാരണമായിട്ട് Q0-യിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വെക്ടർ F. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? റേഡിയലി ഔട്ട്വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഈ സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ സീറോ ആണ് അല്ലെ. അവിടെ ക്യൂ സീറോന്റെ മേലെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എഫ് ഡിവൈഡഡ് ബൈ ക്യൂ സീറോ ടെസ്റ്റ് ചാർജ് ആണ്. ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ സീറോ ആണ്. മക്കളെ ഇവിടെ എഫ് എന്താണ്? ഇവിടെയുള്ള ഈ ഒരു എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, ഇവിടെ ക്യൂന്റെയും ക്യൂ സീറോന്റെയും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ആണല്ലോ ഈ എഫ് എന്ന് പറയുന്നത്. ആ എഫ് എന്താ? രണ്ട് പോയിന്റ് ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്താ? അത് നമ്മൾ കൂളംസ് ലോ പ്രകാരം പഠിച്ചു കഴിഞ്ഞു അല്ലെ. ബൈ കൂളംസ് ലോ എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ് അല്ലെ. അല്ലെ, ഓക്കെ. അപ്പോ നമുക്ക് ഈ ഒരു വാല്യൂ അല്ലെ, സോറി, ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? എഫിന്റെ പ്ലേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ Q0. ഓക്കെ, ഇവിടെ താഴെയും മുകളിലും എന്തുണ്ട്? Q0 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ രണ്ട് സ്പേസിലും Q0 ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. ഇനി ബാക്കി എന്താ അവിടെ ഉള്ളത്? ബാക്കി അവിടെ എന്താ ഉള്ളത്? 1/4πε0 Q0, സോറി, Q0 ക്യാൻസൽ ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ 1/4πε0 Q/r² മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അല്ലെ. മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അവിടെ അല്ലെ. നമ്മൾ Q0 രണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്തുണ്ടാവുക? 1/4πε0 ഇൻറ്റു Q/r² മാത്രമേ ഉണ്ടാവൂ അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r² എന്ന് കിട്ടും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടിയോ? കിട്ടിയില്ലേ? ഇ ഈസ് ഈക്വൽ ടു ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 സോറി ഇൻറ്റു Q ഡിവൈഡഡ് ബൈ r² ആണ് കേട്ടോ. ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r². ഓക്കെ, 1/4πε0ന്റെ അവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ആൻസർ കാണുമ്പോൾ 9 × 10⁹ അല്ലെ. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r². ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ.